നാടകം ആരംഭിക്കുന്നു. വെളിച്ചത്തിൽ നിന്ന് വെളിച്ചം അനുഗ്രഹിച്ചാലും. കഥാപാത്രം ഇന്നും വായനക്കാരെ വിസ്മയിപ്പിക്കുന്ന അക്ഷര സൗന്ദര്യം. കരളില് വേദന. എന്റെ മയ്യത്തിനെ ഞാനിതെന്താ കാണുന്നത്? എന്റെ മോക്ക് എന്താ സംഭവിച്ചത്? എന്റെ മോക്ക് എന്താ പറ്റിയത്? ഞമ്മള് കുഞ്ഞിത്താച്ചുമ്മ ആനമക്കാരിയുടെ പുന്നാര മോള്. ഇവള് ഞമ്മളെ പുന്നാര മോള് കുഞ്ഞിപ്പാത്തുമ്മ. ഇവളെ കവിളത്തിലെ കറുത്തൊരു മറുകുണ്ട്. അതിലെ ഭാഗ്യ മറുക ചുമ്മ കിട്ടുക മറുകെ. ഞമ്മള് 5 പെറ്റിട്ട് പണസോരു മുത്തനബിയോ നേർച്ചക്കാരോ ഒന്നിനെ മാത്രമേ
കുത്തിനെ ഹാലിട്ട് നിൽക്കാപ്പി അഞ്ചിന് ഹാലിട്ട് ഹാലിട്ട് അഞ്ചിന് അങ്ങനെ പാപ്പ ഈ ഹറാം പറഞ്ഞോളുടെ തലവട്ടം കണ്ടപ്പം തൊട്ട് അടുപ്പില് തീ പോകഞ്ഞിട്ടില്ലോ പാപ്പ. ഇവിടെ പാപ്പക്ക് ഒരാന ഉണ്ടായിരുന്നു. ആ ആന അന്തസ്സിട്ടൊരാനയാ. പക്ഷേ മൂക്കിൽ ഒലിപ്പിക്കുന്ന പകന്തുകൾ പറയാ അതൊരു കുയ്യാനാണെന്ന് പാപ്പ. ഞാൻ ഇതെങ്ങനെ സഹിക്കും എന്റെ നേർച്ചക്കാരെ? ബേഷാറാണ്ട എല്ലാത്തിനും പടച്ചോന്നൊരു വഴി കണ്ടിട്ടില്ല. നമുക്ക് നോക്കാം. കുഞ്ഞുപാത്തുമ്മ അല്ലേ, എന്താണ് ഈ തിന്നാണ്ട് കുടിക്കാണ്ടിരിക്കുന്നത്? അനക്കെന്താ ഭർത്തം? ഏത് ശൈത്താനാന്റെ മേലെ കൂടിയിരിക്കുന്നത്? ഇന്റെ ഉമ്മാടെ മുണ്ടാണ്ടിരുന്നോ ശൈത്താനെ? ഏത് ഇഫിരിത്തുകളെയും ജിന്നുകളെയും ഊഹാനികളെയും ഈ തങ്ങളുപ്പാപ്പ പാലിക്കും. വേണ്ട വേണ്ട, തങ്ങളുപ്പാപ്പാനോട് വേണ്ട കളി. ആഹാ, സുമ്മയില റൂയി സായിബ് റാത്തിബിൽ ഔഷി സമദാനി വൽ കുത്തുബി റബ്ബാനി സുൽത്താനുൽ ഔലിയ ശൈഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജിലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് അശ്ശിഫ അശ്ശിഫ അശ്ശിഫ. കുഞ്ഞിതാച്ചുമ്മ, നാളെ ഏറെ പൊളിച്ചക്ക് ഈ പെണ്ണിനെ കുളിച്ച് മനാദം വരുത്തി ഈ ഉറക്കങ്ങ് ഓള അഴ കെട്ടുക. എല്ലാ പടച്ചോറും നേർച്ചക്കാരുടെയും കുതിർത്ത് കൊണ്ട് ശിഫയാവും. ഒന്നും ബേജാറല്ല. ഈ തങ്ങളുപ്പാപ്പാക്ക് ഒരു കോപ്പ നല്ല കട്ടൻ കെച്ചായ ഇട്. ഈ ശൈത്താന വായിക്കാൻ പറ്റുമെന്ന് ഞമ്മളൊന്ന് നോക്കട്ടെ. വൃത്തം കേട്ടോളെ, ഏത് ശൈത്താനാണ് ഇന്റെ മേൽ കൂടിയിരിക്കുന്നത്? വെക്കം പറഞ്ഞോ? ഇനി പറയാൻ പറയൂലേ ശൈത്താനെ? പറയൂലേ? പറയാൻ 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 ആഹാ പറയാൻ ഇനി പറയാൻ പറയണി. അറിയണോ? ഇന്ത്യ ഇംഗ്ലീഷ് പഠിക്കണമെന്നോ ഈ പെണ്ണിന്റെ മേലെ ശൈത്താൻ പോകില്ല. മനസ്സിലായി? എന്താടാ എന്താടാ മുഴിച്ചു നോക്കുന്ന? എന്താടാ പേടിപ്പിക്കുന്ന? പേടിപ്പിക്കുന്ന പൊത്തിന്റെ കുടങ്ങിയാൻ പുറത്തെടുക്കാം നമുക്ക്. ആഹാ, ഞാനിവിടെ കളിച്ചത് അറിയണം. തങ്ങളപ്പാപ്പാനോട് കളിച്ചാലേ ഈ ചോര കൂടി ചത്തുപോടാ നമുക്ക്. ചോര കൂടി ചത്തു. കുഞ്ഞിപ്പാത്തുമ്മോ, എന്താ നോക്ക്? വേദന ഒക്കെ തുറന്നുണ്ടേ? മുറി
രത്നമുഖം കത്തിടും മയിലാണേ മഞ്ജുളി വീണു തങ്കമേറും കഞ്ചകപ്പൂവോളേ രത്നമുഖം കത്തിടും മയിലാണേ മഞ്ജുളി വീണു തങ്കമേറും കഞ്ചകപ്പൂവോളേ. എന്തോ ഭൂമിയിൽ അന്ധവിശ്വാസങ്ങൾ, ഇടങ്ങളിലെല്ലാം ശാസ്ത്രസത്യങ്ങൾ വെളിച്ചം കൊണ്ട് നിറച്ചു. വൈക്കം മുഹമ്മദ് ബഷീർ തൂവിയ അക്ഷര വെളിച്ചത്തിൽ നിന്നും കഥാപാത്രങ്ങളായ നിസാർ അഹമ്മദും കുഞ്ഞിപ്പാത്തുമ്മയും പാരീസിൽ. വരൂ, നമുക്ക് ശാസ്ത്ര വെളിച്ചത്തിലേക്ക് സഞ്ചരിക്കാം. എങ്ങനെ? ഭാവന കൊണ്ട് നമ്മൾ സഞ്ചാരപഥങ്ങൾ തീർക്കും. എന്നിട്ട് സ്നേഹം കൊണ്ട് നമ്മൾ മനുഷ്യർ ഭൂമിയിൽ വരച്ച അതിരുകളെല്ലാം മാച്ചുകൾ. ദൈവത്തിന് പോലും അയാളെ ഇനി രക്ഷിക്കാനാവില്ല. മരണവുമായുള്ള കരാറിൽ അയാൾ ഒപ്പുവെച്ചു കഴിഞ്ഞു. പാടില്ല. ആ മനുഷ്യന്റെ വിധിയേക്ക് നീതിന്റെ കണ്ണുകൾ തുറക്കുക. ജീവിതത്തിലേക്ക് കൈപിടിച്ചു നടത്തിയ മഹാമനുഷ്യന്റെ അരികിലേക്ക് ഞാൻ ആരാണ് ആ വലിയ മനുഷ്യൻ? നമ്മുടെ വലിയ മനുഷ്യൻ ലൂയി പാസ്റ്റർ.
സമയത്തിന് ഭക്ഷണമില്ല, ഉറക്കമില്ല. ഇങ്ങനെ സ്വയം ഇല്ലാതാക്കി എന്ത് സന്ദേശമാണ് അങ്ങ് ലോകത്തിന് നൽകാൻ പോകുന്നത്? മാഷറി, ഏതൊരു കണ്ടുപിടുത്തത്തിനും സഹനത്തിന്റെയും ത്യാഗത്തിന്റെയും വില കൊടുത്തേ മതിയാവൂ. ആ യജ്ഞത്തിൽ ഒരു പാസ്റ്റർ ഇല്ലാതായേക്കാം. പക്ഷെ വരാനിരിക്കുന്ന 1000 പാസ്റ്റർമാർക്ക് അത് ജന്മം നൽകും. എങ്കിലും മോംശരി 1849 മെയ് 29 ഈ മേരി ലോറൻസ് അങ്ങയുടെ പത്നിയായി കടന്നു വന്നു. നമ്മുടെ 3 കുഞ്ഞുങ്ങൾ ടൈഫോയിഡ് പിടിച്ചു മരിച്ചു. അങ്ങയുടെ ശാസ്ത്രത്തിന് അവരെ മാത്രം രക്ഷിക്കാനായില്ല. ഇന്നും അവരുടെ കണ്ണീർ എന്റെ വീട് പൊള്ളുന്നു. എനിക്കറിയാം, അവരെ എനിക്ക് രക്ഷിക്കാനായില്ല. പക്ഷേ ഇനിയൊരു കുഞ്ഞിനെയും മരണത്തിന് വിട്ടുകൊടുക്കാൻ ഞാൻ അനുവദിക്കില്ല. എന്റെ ശാസ്ത്രം അനുവദിക്കില്ല. അതിനാണ് ഇനിയുള്ള എന്റെ ഈ ജീവിതം. മേരി ലോറൻസ്, നീ എന്റെ ഭാര്യ മാത്രമല്ല, എന്റെ വഴികാട്ടിയുമാണ്. എന്റെ എല്ലാ നേട്ടങ്ങളിലേക്കുമുള്ള ഊന്നുവടി. 1840 അങ്ങ് ബാച്ചിലർ ഓഫ് ഇംഗ്ലീഷ് ബിരുദം നേടി. 2 വർഷത്തിനു ശേഷം സയൻസിൽ ശാസ്ത്രവും സാഹിത്യവും ഉയരങ്ങളിലേക്ക് പറന്നു ചെന്നെത്താനുള്ള ചിറകുകൾ. പിന്നെ പ്രൊഫസർ ബയോട്ടുമൊത്ത് പ്രകാശ ധ്രുവീകരണ സിദ്ധാന്തത്തെ കുറിച്ച് നടത്തിയ അന്വേഷണങ്ങൾ. പ്രിയപ്പെട്ട മേരി, ഏതൊരു പുരുഷന്റെ വിജയത്തിന് പിന്നിലും ഒരു സ്ത്രീയുടെ സാന്നിധ്യമുണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. നിന്റെ ജീവിതം എനിക്ക് സമ്മാനിച്ചത് അതാണ്. മേരി, നിന്റെ ഈ നർമ്മഭാഷണവും പക്വമായ സ്വഭാവ രീതികളുമാണ് എന്റെ ഈ വരണ്ട ഹൃദയത്തിൽ പ്രണയത്തിന്റെ വിത്തുകൾ പാകിയത്. ഭക്ഷണ പദാർത്ഥങ്ങൾ ഉണ്ടാക്കുന്ന മാറ്റം, വായുവിൽ അണുക്കളുണ്ടെന്നും അവ ഉത്പാദന സ്വഭാവങ്ങളാണെന്നും നിങ്ങൾ കണ്ടെത്തി. രസതന്ത്രത്തിൽ ചില ക്രിസ്റ്റലുകൾ പഠിപ്പിക്കുന്ന ഒപ്റ്റിക്കൽ ആക്ടിവിറ്റിയെ കുറിച്ചുള്ള മൗലിക പഠനങ്ങൾ. മികച്ച രസതന്ത്രജ്ഞനായി മൈക്രോബയോളജിയിലെ 3 പിതാക്കന്മാരിൽ ഒരാൾ. മുസി, എനിക്ക് അഭിമാനമുണ്ട്. എന്റെ ഓരോ ജീവിത സന്ദർഭങ്ങളും നീ ഓർത്തെടുത്തു പറയുകയാണ്. ഞാൻ പോലും മറന്നുപോയ ഒന്നും നീ മറന്നില്ല. ഞാൻ ഓർക്കുന്നു വളഞ്ഞ കടലിലൂടെയുള്ള അങ്ങയുടെ നിരീക്ഷണങ്ങൾ. ലോർഡ് ലിസ്റ്ററിനോടൊപ്പം മുറിവുകൾ ഉണക്കാനും മാരകമായ മുറിവുകളിൽ നിന്ന് രോഗികളെ രക്ഷിക്കുവാനും അങ്ങേക്ക് സാധിച്ചു. വ്യത്യസ്ത രോഗങ്ങൾ ഉണ്ടാക്കുന്ന അണുജീവികളെ വേർതിരിച്ചെടുത്തു. പട്ടുനൂൽ പുഴുക്കളെ ബാധിച്ച ഫെബ്രിൻ രോഗത്തിന് പ്രതിവിധി കണ്ടെത്തി. അപ്പോഴേക്കും പക്ഷാഘാതം വന്ന് അങ്ങയുടെ ഒരു ഭാഗം തളർന്നു പോയതും അതെന്നിലുണ്ടാക്കിയ മുറിവും എപ്പോഴും ഉണങ്ങിയിട്ടില്ല. വിശ്രമിക്കൂ, അല്പമെങ്കിലും വിശ്രമിക്കൂ. മനുഷ്യരെയും മൃഗങ്ങളെയും ഒരുപോലെ കാർന്നു തിന്നുന്ന ആന്ത്രാക്സിന്റെ രോഗാണുവിനെ ഞാൻ കണ്ടെത്തി. ഇനിയൊരു സ്വപ്നം
റാബീസിനെതിരെയുള്ള യുദ്ധം, സന്ധിയില്ലാത്ത യുദ്ധം. ഭൂമിക്ക് അങ്ങനെ ഒരു നന്മ നൽകുവാൻ ഞാൻ വേണമെങ്കിൽ എന്റെ ജീവൻ വരെ ബലിയർപ്പിക്കും. എന്റെ ജീവിതത്തിൽ വെളിച്ചം കെട്ടുപോയിട്ടില്ലായിരുന്നു. ജീവിതത്തിൽ വെളിച്ചവും പ്രതീക്ഷയും പ്രത്യാശയും. ഓ ജീസസ്, ജീവിതത്തിലെ എല്ലാ നന്മകളും ഇല്ലാതാവുകയാണ്. മമ്മ കരയാതെ, കരഞ്ഞു കണ്ണുനീർ വീഴ്ത്തി വരാനിരിക്കുന്ന സ്വപ്നങ്ങളെ ഇല്ലാതാക്കരുത്. പപ്പയെ കണ്ട ഓർമ്മ എനിക്കില്ല. എന്റെ പപ്പയും മമ്മയും മമ്മയാണ്. മരണത്തെ എനിക്ക് ഭയമില്ല. പക്ഷേ ഞാനില്ലാതായാൽ എന്റെ പാവം മമ്മ ഈ ഭൂമിയിൽ ഒറ്റക്കാവുമല്ലോ. എനിക്കൊരു വാതിലുമുണ്ടാണ്. ഞാൻ മദാം മേസ്റ്റർ, ഇതെന്റെ ഏകമകൻ ജോസഫ് മേസ്റ്റർ. ഭർത്താവ് നേരത്തെ മരിച്ചു. ഇവനാണ് ഇനി എന്റെ എല്ലാം. സഹോദരി, കരയാതിരിക്കും. പേവിഷബാധയ്ക്കെതിരെയുള്ള വാക്സിൻ ഞാൻ കണ്ടെത്തിയിട്ടുണ്ട്. പക്ഷേ ഇതുവരെ അത് മനുഷ്യരിൽ പരീക്ഷിച്ചിട്ടില്ല. എന്റെ മകനെ രക്ഷിക്കൂ. താങ്കളുടെ പരീക്ഷണത്തിൽ എന്റെ മകനെ രക്ഷിക്കാനാവും. വരാനിരിക്കുന്ന അനേകം അമ്മമാരുടെ കുഞ്ഞുങ്ങളിൽ അഥവാ ഈ പരീക്ഷണം പരാജയപ്പെടുകയാണെങ്കിൽ എന്റെ മകന്റെ ജീവൻ അങ്ങയുടെ വിജയത്തിനായി ഞാൻ സമർപ്പിക്കുകയാണ്. ഇത് പേ ബാധിച്ച ഒരു മുയലിന്റെ മസ്തിഷ്കത്തിൽ നിന്നും ശേഖരിച്ച സ്രവമാണ്. ബയോജനസിസ്, ജീവനിൽ നിന്നേ ജീവനുണ്ടാകൂ എന്ന സിദ്ധാന്തത്തിന്റെ മൂർത്തരൂപം. ആത്മീയതയില്ലാത്ത ശാസ്ത്രം മുടന്തനാണ്. യുക്തിചിന്തയില്ലാത്ത മതം അന്ധനാണ്. ആത്മീയതയും യുക്തിചിന്തയും ഒന്നിക്കുന്ന മനുഷ്യവംശത്തിന്റെ ഒരു പിറവിക്കായി ഞാനിത് സമർപ്പിക്കുന്നു. പ്രിയപ്പെട്ട കുഞ്ഞെ, ചിലപ്പോൾ എന്റെ ഈ പരീക്ഷണം പരാജയപ്പെട്ടേക്കാം. ക്ഷമിക്കുക, ക്ഷമിക്കുക, ക്ഷമിക്കുക. ദിവസത്തെ കുത്തിവെപ്പിന് ശേഷം ജോസഫ് മേസ്റ്റർ ജീവിതത്തിലേക്ക് തിരിച്ചു വരും.
കൈകൾ ദൈവത്തിൻ്റെതാണ്. അനശ്വരമാണ്, അനശ്വരം. സഹോദരി, ഇത് ശാസ്ത്രത്തിന്റെയും മനുഷ്യന്റെയും വിജയം, മനുഷ്യരാശിയുടെ മഹത്തായ ഒരു മുന്നേറ്റം. ആയിരത്തി 1982 പാരീസ് നഗരം ഒരു മഹാസമ്മേളനത്തിന് ഒരുങ്ങുകയാണ്. ഒരു അനുമോദനയോഗം, മനുഷ്യ സ്നേഹത്തിന്റെ വലിയ പ്രതീകം ലൂയി പാസ്റ്ററെ ലോകം ആദരിക്കുകയാണ്. സമാധാനവും യുദ്ധത്തിനും വഞ്ചനയ്ക്കും ഇതേ വിജയക്കൊടി നാട്ടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഭാവിയിൽ രാജ്യങ്ങൾ പരസ്പരം യോജിക്കും. ഒന്നിനെയും നശിപ്പിക്കാനല്ല, പലതും പടുത്തുയർത്താം. കഷ്ടപ്പെടുന്ന മാനവരാശിക്കു വേണ്ടി കൂടുതൽ പ്രവർത്തിക്കുന്നവരുടേതാണ് വെറും നാളുകളെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സാഹിത്യകാരന്മാർ, ശാസ്ത്രജ്ഞന്മാർ ഒക്കെയും വികസന വിരോധികളാണ്. മരങ്ങൾ മുറിക്കാതെ, പുഴകളിൽ നിന്നും മണൽ ഊറ്റാതെ, കുന്നുകൾ ഇടിച്ചു നിരത്താതെ എങ്ങനെ വികസനം വരും? മരങ്ങൾ ഒന്നൊന്നായി മുറിഞ്ഞു വീഴട്ടെ.
കാലത്തിന്റെ അനന്തമായ പ്രവാഹം. ശാസ്ത്രം സത്യത്തെ തേടിയുള്ള അതിന്റെ പ്രയാണം തുടർന്നുകൊണ്ടേയിരുന്നു. മനുഷ്യരാശിക്ക് വേണ്ടിയുള്ള എത്രയോ രക്തസാക്ഷിത്വങ്ങൾ, സത്യത്തെ തേടിയുള്ള സഞ്ചാരങ്ങൾ, എത്രമാത്രം ഭയാനകരമായ തിരിച്ചടികൾ, കൽത്തുറുങ്കുകൾ, മരണങ്ങൾ. ശാസ്ത്രം അതിന്റെ വെളിച്ചം, തീക്ഷ്ണമായ വെളിച്ചം ഒടുക്കിക്കൊണ്ടേയിരുന്നു. 1895 സെപ്റ്റംബർ 28 ഈ ഭൗതിക ശരീരം പാരീസിലെ നേത്രദാം പള്ളിയിൽ അന്ത്യവിശ്രമത്തിലേക്ക് നീങ്ങി. എങ്കിലും ഈ ആത്മാവിന് വിശ്രമമില്ലായിരുന്നു. പ്രിയപ്പെട്ട മേരി, ഈ ആത്മാവിന് വിശ്രമമേ ഇല്ല. ഈ ആത്മാവിന് വിശ്രമമേ ഇല്ല. ആരാണത്? എഴുന്നേൽക്കൂ കുഞ്ഞ്. നമ്മൾ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ മാനസപുത്രി കുഞ്ഞു പാത്തുമ്മ. ഈ മരങ്ങൾ, പുഴകൾ, ഈ കുന്നുകൾ, ഭൂഗോളം വിഷം നിറഞ്ഞ് നാറുന്ന കൂരിരുളിൽ മുങ്ങുകയാണോ? പേ പിടിച്ച നായ്ക്കൾ മനുഷ്യരെ കൊന്നു തള്ളിയ കാലം ഞാൻ ഓർക്കുന്നു. അതിനെതിരെയുള്ള യുദ്ധം എനിക്ക് ജയിക്കാനായി. പക്ഷെ ഇന്ന് പേ പിടിച്ച മനുഷ്യർ പ്രകൃതിയെ കൊന്നു തള്ളുന്നു. മുറിഞ്ഞു വീണ മരങ്ങൾ, മുറിഞ്ഞു വീണ കുന്നുകൾ, മുറിഞ്ഞു ചോരയൊലിച്ച പുഴകൾ. വയ്യ, എനിക്കിതൊന്നും കാണാൻ വയ്യ. എനിക്കിതൊന്നും കാണാൻ വയ്യ. ആരാണത്? ആരാണത്? 1987 ജനുവരി 19 കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സാഹിത്യത്തിനുള്ള സമഗ്ര സംഭാവനയ്ക്ക് വൈക്കം മുഹമ്മദ് ബഷീറിന് ഡോക്ടറേറ്റ് സമ്മാനിച്ചു. ഗവർണർ പി രാമചന്ദ്രനിൽ നിന്ന് പുരസ്കാരം ഏറ്റുവാങ്ങിക്കൊണ്ട് ഞാനും നിങ്ങളും ഉൾപ്പെടെയുള്ള മനുഷ്യരോട് ബഷീർ ഇങ്ങനെ പറഞ്ഞു: ഞങ്ങൾ കുഞ്ഞിത്താച്ചുമ്മ, ഇത് കുഞ്ഞിപ്പാത്തുമ്മ, ഞങ്ങളുടെ സൃഷ്ടാവ് വൈക്കം മുഹമ്മദ് ബഷീർ. ബഷീർ കാലങ്ങൾക്കിപ്പുറം അക്ഷര വെളിച്ചം കൊണ്ട് ഭൂമിയെ പ്രകാശിപ്പിച്ചത്, അജ്ഞതയെ ആട്ടിയകറ്റിയത്. പ്രണാമം മഹാനുഭാവി, പ്രണാമം. മനുഷ്യനന്മയുടെ മഹാപ്രതീകമേ, പ്രണാമം, പ്രണാമം. മഹത്തുക്കളെ, വന്ദനം. നിങ്ങളേവർക്കും ആരോഗ്യവും ദീർഘായുസ്സും സുഖം നേരുന്നു. എന്നോട് കാണിച്ച ഈ ദയാവായ്പിന് നന്ദി. ബോംബുകൾ പൊട്ടിക്കാനുള്ള സ്വിച്ചുകൾ ഓരോന്നും മദ്യത്തിൻ്റെയും മയക്കുമരുന്നുകളുടെയും കൂടെയാണ്. ദൈവം തമ്പുരാന് ആരോട് പറയും. തീ ബോംബുകൾ ലക്ഷവും പുകഞ്ഞു കത്തി പൂങ്കാരാരവത്തോടെ അണ്ടകടാഹങ്ങളെ വിറവിറപ്പിക്കുമാർ ഭയാനക ശബ്ദത്തിൽ പൊട്ടി പൊട്ടി ഭൂഗോളമാകെ പടരും. ഭൂഗോളമേ, ജീവജാലങ്ങളെ, ഞാൻ ഉൾക്കൊള്ളുന്ന മാനുഷകുലമേ, ചെവി ഓർക്കുക. അന്തിമകാഹളം, സർവനാശത്തിന്റെ അന്തിമകാഹളം. സുന്ദരമായ ഈ ഭൂഗോളം ബ്രഹ്മാണ്ട ബ്രഹ്മാണ്ട മഹാബ്രഹ്മാണ്ട സഹപ്പറമ്പായി നാറാൻ പോകുന്നു. ചെവി ഓർക്കുക, കാഹളം മുഴങ്ങട്ടെ. ഭൂഗോളം ആദിമമായ ഭീകരാന്ധകാരത്തിൽ വിഷം നിറഞ്ഞു നാറുന്ന ഊരിരുട്ടിൽ മുങ്ങാൻ പോകുന്നു.
ഭീതിജനകമായ അന്തിമ നാശം. ഈ നാശത്തിൽ നിന്ന് ഭൂഗോളത്തെയും മറ്റു ജീവജാലങ്ങളെയും ഞാൻ ഉൾക്കൊള്ളുന്ന മനുഷ്യകുലത്തെയും ദൈവമേ, ഞാനൊന്നും പറയുന്നില്ല. കാരുണ്യവാനായ മഹാത്മാവേ, ഞാനൊന്നും പറയുന്നില്ല. മംഗളം മംഗളം. ഇത് ജോസഫ് മേസ്റ്റർ. ജീവിതത്തിലേക്ക് ഞാൻ തിരിച്ചു കൊണ്ടുവന്ന ബാല്യം. മേസ്റ്ററും കുഞ്ഞിപ്പാത്തുമ്മയും ചേർന്ന് നമ്മുടെ നാടിന്റെ പിറവിക്കായി, നല്ലൊരു പുലരിക്കായി ഒരു തൈ നട്ടുകൊണ്ട് തുടക്കം കുറിക്കാം. നമുക്കതിന് സാക്ഷികളാവാം. ഒരു തൈ നടാം നമുക്കമ്മയ്ക്കു വേണ്ടി, ഒരു തൈ നടാം കൊച്ചുമക്കൾക്ക് വേണ്ടി, ഒരു തൈ നടാം 100 കിളികൾക്കു വേണ്ടി, ഒരു തൈ നടാം നല്ല നാളേക്കു വേണ്ടി, ഒരു തൈ നടാം നമുക്കമ്മയ്ക്കു വേണ്ടി, ഒരു തൈ നടാം കൊച്ചുമക്കൾക്ക് വേണ്ടി, ഒരു തൈ നടാം